إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് യഥാർത്ഥ വിശ്വാസികളായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ പോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവൻ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹം, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈമാനും ഇസ്ലാമും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കാണ് പരലോക വിജയമെന്നും ഐഹിക ലോകത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും അത്തരം പരീക്ഷണങ്ങളിലൂടെ കറതീർന്ന വിശ്വാസികളായി പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ അത്തരക്കാരെയാണ് ഒരുമിച്ച് കൂട്ടുക എന്നതുമൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ എമ്പാടും മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും വിശ്വാസി സമൂഹത്തെ എടുത്തൊരു പരിശോധന നടത്തിയാൽ നമുക്കറിയാവുന്നതുപോലെ ലോകത്ത് നിരവധി രാജ്യങ്ങളുണ്ട്. എല്ലാ രാജ്യത്തും മുസ്ലിങ്ങൾ ജീവിച്ചു വരുന്നു.
പ്രാദേശികമായ ചില വേർതിരിവുകളൊക്കെ മാറ്റിവെച്ചാൽ ബാക്കി ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ ആചാരങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. എന്നാൽ അതിനപ്പുറം മുസ്ലിങ്ങളിലെ വ്യക്തിപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്കുണ്ടാകണമെന്ന് പഠിപ്പിക്കപ്പെട്ട അനേകം യോഗ്യതകൾ, സവിശേഷതകൾ അത് ഖുർആൻ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴും മറുവശത്ത് മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഇസ്ലാം അരുത് എന്ന് പഠിപ്പിച്ച, അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതാണ് എന്ന് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിചയപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ, തിന്മകൾ, ഇത് ഈ സമൂഹത്തിലെമ്പാടും നിലകൊള്ളുന്നു എന്നതും പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിലെ ആളുകൾ ഏറ്റെടുക്കുന്നു എന്നതുമൊക്കെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ഏത് തിന്മകളെടുത്ത് പരിശോധിച്ചാലും ഒരു വേള അതിലേറ്റവും മുൻപിൽ നിൽക്കുന്നത്, ഒരു പ്രതിപട്ടിക പരിശോധിച്ചാൽ അതിൽ മിക്കവാറും ആദ്യ സ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങളുടെ പേരുകൾ വരുന്നൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിങ്ങളെ ആ നിലയ്ക്ക് നമുക്ക് രണ്ടായി തിരിക്കാം. ഇസ്ലാം അരുത് എന്ന് പറഞ്ഞ തിന്മകളാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നയാളുകൾ, കള്ളുകുടിക്കുന്നവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, അത് കൊണ്ടു നടന്ന് സപ്ലൈ ചെയ്യുന്നവർ, അതുപോലെ പലിശയും വ്യഭിചാരവും തുടങ്ങി ഇസ്ലാം മഹാമാരികളാണ്, മനുഷ്യനെ തകർത്ത് കളയുന്ന, പ്രത്യേകിച്ചൊരു വിശ്വാസിയുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ഇല്ലാതെയാക്കി കളയുമെന്ന് പരിചയപ്പെടുത്തപ്പെട്ട പാപങ്ങളിൽ പോലും വലിയൊരു പങ്ക് ഈ സമൂഹത്തിലെ ആളുകൾ പറ്റുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിലും ഇത്തരം കാര്യങ്ങളിലൊന്നും പെടാതെ പരമാവധി സൂക്ഷ്മത പുലർത്തി അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളും വിശ്വാസി സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മതമെന്നുള്ളത് ഏത് മതമെടുത്ത് പരിശോധിച്ചാലും ആ മതത്തിൻ്റെ ആദർശത്തെ ഉൾക്കൊള്ളുന്നിടത്ത് ഇന്ന് ലോകത്ത് സംഭവിച്ച ഒരു വലിയ അപജയം എന്ന് പറയുന്നത് അത് ചില സന്ദർഭങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. ജീവിതത്തിലുടനീളം പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ ഓരോരുത്തരും സെലക്ട് ചെയ്ത ചില പ്രത്യേകമായ മേഖലകളിൽ മാത്രം അത് ഒതുക്കി വച്ചിരിക്കുകയാണ്. അത് ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമല്ല, ഏത് മതമെടുത്ത് പരിശോധിച്ചാലും ഈയൊരു വസ്തുത നമുക്ക് ബോധ്യപ്പെടും. ജനന സമയത്ത്, ഒരു വ്യക്തിയുടെ ജനന സമയത്ത് ആരംഭിക്കുന്ന ചില അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്, മതപരമായ ചില ആചാരങ്ങളുണ്ട്. അതിൽ തുടങ്ങി വയ്ക്കുന്നു, പിന്നീട് അതിനൊരു തുടർച്ചയില്ലാതെ വീണ്ടും മതത്തിൻ്റെ ആചാരങ്ങൾ കടന്നു വരുന്നത് മരണസമയത്താണ്. ഒരു മയ്യത്തിനെ പരിപാലിക്കേണ്ടിടത്ത് മതം പറയുന്ന ആചാരങ്ങൾ, യഥാർത്ഥത്തിൽ ഇത് രണ്ടും നമ്മളാരും വ്യക്തിപരമായി അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. നമ്മൾ പിറന്നു വീഴുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകൾ ചെയ്യുന്നത് മറ്റുള്ളവരാണ്. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ കാര്യത്തിലും ചെയ്യേണ്ട മതപരമായ കാര്യങ്ങൾ നിർവഹിച്ച് നമ്മളെ ഖബറിലെത്തിക്കുക എന്നുള്ളത് ഇവിടെ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരാണ്. ഇത് രണ്ടിനും ഇടയിൽ കുറച്ച് സമയം നമുക്കുണ്ട്.
ഈ സമയത്തെ, നമുക്ക് കിട്ടുന്ന ഈ സമയത്തെ, ഈ അവസരത്തെ കൃത്യമായും ക്രിയാത്മകമായും ഉപയോഗപ്പെടുത്തുക എന്നിടത്ത് പലപ്പോഴും വിശ്വാസി സമൂഹത്തിലെ ആളുകൾ പോലും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അല്പം ത്യാഗസന്നദ്ധതയോടുകൂടി തന്നെ മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവനവൻ്റെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിനൊരു അർത്ഥമുണ്ടാവുക എന്ന് പറയുന്നത്. ജീവിതത്തിന് അർത്ഥം വേണം എന്ന് നമ്മളെപ്പോഴും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ആ ജീവിതത്തോട് അല്ലാഹു തആല എത്രത്തോളം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു, റബ്ബിൻ്റെ കൽപ്പനകൾക്കും നിയമങ്ങൾക്കും നാം എത്രത്തോളം ചെവിയോർക്കുന്നു എന്നത് വച്ചിട്ടാണ്. അത് കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ത്യാഗം, നമ്മളൊക്കെ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതുമായ ചില കാര്യങ്ങളെങ്കിലും നീക്കിവെക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരാം. അത് സ്വാഭാവികമാണ്. ആ ത്യാഗസന്നദ്ധത ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ത്യാഗസന്നദ്ധതയുടെ ഏറ്റവും നിറകുടങ്ങളായി നമ്മൾ കാണുന്നത് മഹാന്മാരായ സ്വഹാബത്തിനെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലേക്കും ഒന്നിങ്ങനെ കയറിയിറങ്ങി ചെന്നാൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ, ആ സ്വഹാബിമാരുടെ ജീവിത ചരിത്രങ്ങൾ നിരന്നു കിടക്കുകയാണ്. അത് കേവലം ഒരു ചരിത്ര വായന എന്നതിനപ്പുറം നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ട, ജീവിതത്തിൽ മാതൃകകളായി കാണുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ട ആളുകളാണവർ. ഉഹദ് യുദ്ധത്തിൻ്റെ വേളയിൽ മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വികലാംഗന, കാലിന് സ്വാധീനക്കുറവുള്ള വ്യക്തിയാണ്. ഉഹദ് യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയാണ്. കാലിന് സുഖമില്ലാത്ത വികലാംഗനായ വാപ്പ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത മക്കളറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തടയുകയാണ്. വാപ്പ യുദ്ധത്തിന് പോകണ്ട, മക്കളായ ഞങ്ങളിവിടെയുണ്ട്, ഞങ്ങൾ പോകാം യുദ്ധത്തിന്, താങ്കൾ വീട്ടിലിരിക്കണം, കാരണം കാലിന് സ്വാധീനക്കുറവുള്ളയാൾ. മക്കളൊരു നിലയ്ക്കും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി വരികയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, ഉഹദ് യുദ്ധത്തിലേക്ക് ഞാനുമുണ്ട്, എനിക്കതിന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മക്കൾ അതിന് സമ്മതിക്കുന്നില്ല. എൻ്റെ കാലിൻ്റെ വൈകല്യമുള്ളത് കൊണ്ട് മക്കൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു ഒരിക്കലും താങ്കളെ ഈ വിഷയത്തിൽ വിചാരണ ചെയ്യുകയില്ല. താങ്കൾക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമല്ല. അള്ളാഹു പറഞ്ഞ ഉദുർ, കൃത്യമായ ഒഴികഴിവ് പറയാനുള്ള അവസരം അള്ളാഹു താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. താങ്കളുടെ കാലിന് സ്വാധീനമില്ല എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് ഉദുറുണ്ട്. പക്ഷെ അതേ സമയം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മക്കൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയെ യുദ്ധത്തിന് പോകുന്നതിൽ നിന്നും തടയാൻ ഒരു വകുപ്പില്ല. അദ്ദേഹം അതിനാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതിന് പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ, പോകരുത് എന്ന് പറയാൻ ഒരു തടയിടാൻ നിങ്ങൾക്കും അനുവാദമില്ല. അദ്ദേഹത്തിന് അതിനാഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം പോകട്ടെ എന്ന് പറഞ്ഞ ഇളവ് ലഭിച്ചപ്പോൾ ആ ഇളവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു രംഗം ചരിത്രം വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത്, അല്ലാഹുവേ, ഇനി ഒരിക്കലും ജീവനോടുകൂടി ഈ യുദ്ധക്കളത്തിൽ ഷഹീദാവാതെ എന്നെ എൻ്റെ കുടുംബത്തിലേക്ക് നീ മടക്കിക്കൊണ്ടുവരരുത്. എനിക്ക് ഷഹീദാകാൻ, അതുവഴി സ്വർഗത്തിലേക്കെത്താൻ എന്നെ നീ അനുവദിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ വിശദമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അത്തരം നന്മകളിലേക്ക്, അല്പം കഷ്ടപ്പാടുകളുടെ രംഗങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്താണ് മാർഗം എന്ന് ചുഴിഞ്ഞന്വേഷിക്കുന്ന, ഏതെങ്കിലും ഒരു ഒഴിവുണ്ടോ എന്നുള്ളതൊരു ന്യായം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിൽ ഇന്നും ജീവിക്കുന്ന മാതൃകയാണ് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു എന്നുള്ള വസ്തുത നാം ഓർക്കേണ്ടതുണ്ട്. ഏതാനും ആഴ്ചകളായി നമ്മളൊരു പുതുവർഷത്തിലാണ്. ഹിജറ വർഷം 1448 അതിൻ്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ചില പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭമായിരുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയം കടന്നു പോകുന്നതും ഓരോ മിനിറ്റുകൾ കടന്നു പോകുന്നതും കൃത്യമായ തിരിച്ചറിവോടുകൂടി, ആയുസ്സിലേക്ക് ഇനി അതിനൊരു മടക്കമില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി, അത് വെറുതെയല്ല കടന്നു പോകുന്നത് എന്ന കൃത്യമായ തിരിച്ചറിവോട് കൂടിയിട്ടായിരിക്കണം സമയങ്ങൾ ജീവിതത്തിൽ നിന്ന് കടന്നു പോകേണ്ടത്. അത് നന്മകളിലൂടെയായിരിക്കണം എന്നുറപ്പ് വരുത്തേണ്ടവരാണ് വിശ്വാസികൾ. ആ ചിന്തകളിൽ നമുക്ക് കൂടുതൽ കൊണ്ടുവരേണ്ടത് ഇനി ഭാവിയിലേക്ക് ചില നന്മകൾ ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾക്ക് പോലും പുണ്യമുണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം പോലും വെറുതെയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നന്മകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ, അവസരം കിട്ടിയാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്നുള്ള ഉത്തമമായ ബോധ്യങ്ങൾ, അതുപോലും ഒരുപക്ഷെ അത് പരിപൂർണമായി ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പരിപൂർണമെന്നല്ല, ഒരുപക്ഷെ അതിലേക്ക് ഇറങ്ങിത്തിരിച്ച ആ കാര്യം ചെയ്യാനുള്ളൊരവസരം പോലും നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അതൊക്കെ നമുക്കവിടെ ഉണ്ടാകും. കർമ്മങ്ങളുടെ പട്ടികയിൽ, നന്മകളുടെ രേഖയിൽ ആ ചിന്തിച്ചുറപ്പിച്ച, ചെയ്യണമെന്ന് ആഗ്രഹിച്ച പുണ്യങ്ങൾ പോലും ഉണ്ടാകുമെന്ന് പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. നല്ല നല്ല നിയ്യത്തുകൾ, നന്മകളെക്കുറിച്ച്, അവസരം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറച്ച ബോധ്യങ്ങൾ വേണമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചെടുക്കുന്ന നന്മകൾക്ക് അതിന് പുണ്യമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നാം വായിച്ചെടുക്കും. ലമ്റത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ചരിത്രത്തിൽ പലയാവർത്തി നമ്മൾ കേട്ടതാണ്. അദ്ദേഹം കിടക്കയിൽ കിടക്കുന്ന സമയത്താണ് ഹിജ്റ നടക്കുന്നത്. ശയ്യാവലംബിയായി മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാനോ സ്വന്തം കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ഹിജ്റ നടക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു പോവുകയാണ്. എല്ലാം ത്യജിച്ച് കടന്നു പോകുന്ന ആ ഹിജ്റ എന്ന മഹാപുണ്യപ്രവൃത്തിയുടെ പ്രതിഫലവും നേട്ടവുമൊക്കെ കേട്ട ലമ്റത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ആഗ്രഹം എങ്ങനെയെങ്കിലും മദീനയിലേക്ക് ഹിജ്റ പോകണം, ഈ പുണ്യത്തിലൊരു പങ്കാളിയായി തീരണം. അദ്ദേഹം ആലോചിച്ചുറച്ചു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, എന്നെ നിങ്ങളും കൊണ്ടുപോകണം, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോകണം. മക്കൾ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. 450 കിലോമീറ്ററോളം വെയിൽ കൊണ്ട് കാഠിന്യമേറിയ ചൂടിലുള്ള ഈ യാത്ര അത് പിതാവിനെ കൊണ്ട് താങ്ങുമോ എന്നുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം തൻ്റെ ഉറച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ വാശിക്ക് മുമ്പിൽ തലകുനിച്ച മക്കൾ ഇദ്ദേഹത്തെ കൂട്ടി ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് പ്രസിദ്ധമായ തൻഈം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് യാത്രക്കിടയിൽ. മരണപ്പെട്ട സമയത്ത് മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലെത്തിയ സ്വഹാബികൾ ഈ വിവരമറിഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മരണവാർത്തയറിഞ്ഞു. ആ സ്വഹാബത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ ബലഗ ഇലൈനാ ലതമ്മ അജ്റുഹു. അദ്ദേഹം ആ യാത്ര പൂർത്തീകരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മളുടെ അടുത്തേക്ക് എത്തിയിരുന്നുവെങ്കിൽ ലതമ്മ അജ്റുഹു, അദ്ദേഹത്തിന് ആ ഹിജ്റയുടെ പുണ്യം, പ്രതിഫലം അത് പരിപൂർണമായിട്ടും ലഭിക്കുമായിരുന്നു എന്ന് മദീനയിലേക്ക് എത്തിച്ചേർന്ന സ്വഹാബികൾ തമ്മിൽ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം അവതരിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇലെ 100-ാമത്തെ ആയത്ത്, വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹ്. ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന്, ഭവനത്തിൽ നിന്ന്
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് റസൂലിൻ്റെ മാർഗത്തിൽ ആ ഹിജ്റ ആഗ്രഹിച്ചുകൊണ്ട് പോയ ആളുകൾ പിന്നീട് ആ യാത്രക്കിടയിൽ അവരെ മരണം പിടികൂടുകയും ചെയ്താൽ ആ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയ ഒരു വ്യക്തിക്ക് അല്ലാഹു തആല നിശ്ചയിച്ച പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ഈ മരണപ്പെട്ട വ്യക്തി അത് നൽകുക എന്നുള്ളത്, ആ വ്യക്തിക്ക് അത് കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള സൂക്തം പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെടുകയും. അപ്പോൾ നിങ്ങൾ ഒരു നന്മ ആഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് മരണം വരിച്ച ആളുടെ കാര്യത്തിൽ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ആ പ്രതിഫലം നഷ്ടപ്പെട്ടിട്ടില്ല, ആ നിയ്യത്തിൽ കുറവ് സംഭവിച്ചിട്ടില്ല. ആഗ്രഹം പോലെ ഒരു പരിപൂർണ ഹിജ്റയുടെ പ്രതിഫലം അദ്ദേഹത്തിനുണ്ട് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് നന്മയുടെ കാര്യത്തിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ഈ ഒരു ലക്ഷ്യമായിരിക്കണം നമുക്ക് വേണ്ടത്. അതൊരു പക്ഷേ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും തുടങ്ങി വച്ചപ്പോൾ തന്നെ മരണം ഭരിക്കേണ്ടി വന്നാൽ പോലും അതൊരു പൂർണ്ണ പ്രതിഫലമുള്ള വലിയൊരു പുണ്യകർമ്മമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല വിശ്വാസി സമൂഹത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല വിശ്വാസി സമൂഹവുമായിട്ട് കരാറുണ്ട്, ഒരു കച്ചവടമുണ്ട്. എന്താണ് ആ കച്ചവടം? വിശ്വാസികൾ അവരുടെ ശരീരവും അവരുടെ സമ്പത്തും എനിക്ക് കച്ചവടം ചെയ്തിരിക്കുന്നു, അല്ലാഹു അത് വാങ്ങിയിരിക്കുന്നു. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ. അല്ലാഹു തആല വിശ്വാസികളുടെ ശരീരവും സമ്പാദ്യവും അവൻ വാങ്ങിയിരിക്കുകയാണ്. എന്താണ് അതിനുള്ള പ്രതിഫലം, അതിൽ നിന്നുള്ള ലാഭം എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് പകരം സ്വർഗമുണ്ട്. അല്ലാഹു തആല സ്വർഗം നൽകാമെന്നുള്ള വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും റബ്ബ് വാങ്ങിയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സമ്പത്ത് നമ്മൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ, നാം ഉപയോഗിക്കുന്നൊരു വാഹനം നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ ഏതാനും ദിവസമുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അതുവരെയുള്ള കാഴ്ചപ്പാടല്ല പിന്നെ ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. കാരണം ഇതിപ്പോൾ മറ്റൊരാളുടേതാ, ഞാനിത് കച്ചവടം ചെയ്തതാ. അതുകൊണ്ട് വേറൊരു സൂക്ഷ്മത നമുക്ക് ആ രംഗത്ത് വേണം. മറ്റൊരാളുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ചിന്ത, ആ അടിസ്ഥാനത്തിലായിരിക്കണം പിന്നെ ആ കാര്യത്തിൽ ഇടപെടേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, നമ്മളുടെ ശരീരവും സമ്പത്തുമൊക്കെ നമ്മൾ അല്ലാഹുവിന് വിറ്റിട്ടുണ്ട്, അത് അല്ലാഹു വാങ്ങിയിട്ടുണ്ട്. ബിഅന്ന ലഹുമുൽ ജന്ന, പകരം തരാമെന്ന് പറഞ്ഞത് സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി കച്ചവടം ചെയ്ത നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മളിൽ നിന്നും വാങ്ങിയ ഒരു മുതലിനെയാണ് നമ്മൾ ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ചതും തോന്നിയതുമൊക്കെ ചെയ്തു കൂട്ടുക, നമുക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുക, അത് പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ സമ്പത്ത് അത് റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിലായിരിക്കണം ചെലവഴിക്കേണ്ടത്, വിനിയോഗിക്കേണ്ടത് എന്ന ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ എല്ലാ രംഗത്തും ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അവൻ്റെ ജീവിതത്തെ, ശരീരത്തെ, സമ്പത്തിനെ, കുടുംബത്തിനെ എല്ലാം റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനൊക്കെ പകരം നമ്മൾ ആഗ്രഹിക്കുന്നത് റബ്ബ് തരാമെന്ന് പറഞ്ഞ സ്വർഗലോകമാണ്. അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട് എങ്കിൽ, നമ്മൾ ഇത്തരം രംഗങ്ങളിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് മുമ്പിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ, അത് സ്വീകരിക്കാൻ, അത് ശിരസ വഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥര. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അപ്പുറം റബ്ബിൻ്റെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്ന, നമ്മുടെ താല്പര്യങ്ങൾക്കപ്പുറം റബ്ബിൻ്റെ താല്പര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു അവസ്ഥ വിശ്വാസിയിൽ ഉണ്ടാവണമെന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഈ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്.
അള്ളാഹു നമ്മളിൽ നിന്നും ഏറ്റെടുത്ത ഈ കാര്യത്തെ എങ്ങനെ ലാഭകരമായി ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞ് അള്ളാഹു റസൂൽ വീട്ടിലേക്ക് വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ, ഇനി എന്തെങ്കിലും ബഖിയ മിൻഹ, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹു റസൂലേ, എല്ലാം തീർന്നു. ബഖിയ മിൻഹ ഇല്ലാ കതിഫുഹ, അതിൻ്റെ ഒരു അല്പം തോൽ ഭാഗത്തുള്ള ഇറച്ചി മാത്രം ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം കൊടുത്തു, എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്തൊരു മറുപടി ഇമാം തുർമിദി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നമുക്ക് കാണാം. എന്തായിരുന്നു മറുപടി? ബഖിയ കുല്ലുഹാ ഗൈറ കതിഫിഹ, നമ്മുടെ അടുത്ത് ഈ ബാക്കിയായ, നീ ബാക്കിയാണ് എന്ന് പറഞ്ഞ ഈ കത്തിഫ്, ഈ തോൽ ഭാഗത്തെ ഇറച്ചിയുണ്ടല്ലോ, ഇതല്ലാത്തതെല്ലാം ബാക്കിയുണ്ട്, ഇത് മാത്രമാണ് ബാക്കിയില്ലാത്തത് എന്നാണ്. എന്താണ് പറഞ്ഞത്? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ തൻ്റെ വീട്ടിൽ താനറുത്ത് ദാനം ചെയ്ത ഒരു ആടിൻ്റെ ഒരല്പം മാംസം അത് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അതല്ലാത്തത് പുറത്തേക്ക് പോയതൊക്കെ ബാക്കിയുണ്ട്, ഇത് ബാക്കിയില്ലാത്തതാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ കൊടുത്തതാണ് ബാക്കിയുള്ളത്, പുറത്തേക്ക് പോയതൊക്കെ പടച്ചറപ്പിൻ്റെ മാർഗത്തിലാണ്, സ്വതക്കയാണ്, ദാനമാണ്, അത് ഇൻവെസ്റ്റ്മെൻ്റാണ്, പരലോകത്തേക്ക് നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. അതവിടെ ഉണ്ടാകും. ഇവിടെ നമ്മൾ വീട്ടിലുള്ളതോ ഇത് നമുക്ക് തന്നെ കഴിക്കാനുള്ളതാണ്, അതിന് പ്രത്യേകിച്ചൊരു ദാനത്തിൻ്റെ പുണ്യമൊന്നുമില്ല. പുറത്തേക്ക് കൊടുത്തത് ഓരോന്നും അത് പുണ്യപ്രവർത്തനമാണ് എന്നാണ് ആ പഠിപ്പിച്ചത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പഠിപ്പിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ ഉലമാക്കൾ ഒരു വിശ്വാസിയുടെ ജീവിതം അവനവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ, അതിനേക്കാൾ അവൻ പ്രാമുഖ്യം കാണേണ്ടത് മറ്റുള്ളവരുടെ കാര്യത്തിലാണ്, സമൂഹവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാണ്. നമ്മുടെ സേവനങ്ങൾ അധികവും പോകേണ്ടത് പൊതുസമൂഹത്തിലേക്കാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഇവിടെയാണ്. കാരണം അതിനാണ് പ്രാധാന്യം, അതിനാണ് പുണ്യം കൂടുതലുള്ളത്. അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസിയുടെ ഒരു ബാധ്യതയായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏത് രംഗമെടുത്താലും അവിടെയൊക്കെ നമുക്ക് നിർവഹിക്കേണ്ട ചില ബാധ്യതകൾ, ചില പൂർത്തീകരണങ്ങൾ, അത് ഒരു ഫുൾ സ്റ്റോപ്പായി വരുമ്പോൾ മാത്രമാണ് പരലോകത്തേക്ക് അത് നീക്കിവെക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് വിജയം ഉള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുക. ഈ കിട്ടിയ ജീവിതം അർത്ഥവത്തായിത്തീരുന്നത് അതിലൂടെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ പരിഗണിച്ച് ജീവിതം തോന്നിയതുപോലെ പോയി, ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും മാത്രം മതം കാണുന്ന, മതത്തിന് ബന്ധമുള്ള, ഇടയിലെവിടെയും മതം കടന്നു വരാത്ത ഒരു ജീവിതം, ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പരാജയമാണ്. വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ഓർമ്മ വച്ച കാലം മുതൽ അതില്ലാതെയാകുന്നത് വരെ അത് റബ്ബിൻ്റെ പൊരുത്തം പ്രതീക്ഷിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കണം, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നുള്ളത് ഇത് നമ്മുടെ ഒരു നിർബന്ധമായ ബാധ്യതയായി കാണുകയും ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്,
ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല ആളുകൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ജനങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പറയാവുന്നവർ ആയുസ് നീളുകയും അതിനൊപ്പം സൽക്കർമ്മങ്ങൾ അധികരിക്കുകയും ചെയ്ത ആളുകളാണ്. ആയുസ് ദൈർഘ്യമുണ്ടാവുക, അതിനൊപ്പം സൽക്കർമ്മങ്ങളിൽ വർധനവുണ്ടാവുക. അപ്പോൾ ആ സഹാബി വീണ്ടും ചോദിച്ചു, മനിന്നാസി ഷർ, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരാണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ നേരെ വിപരീതമാണ്. മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ആരുടെയെങ്കിലും ആയുസ് നീളുകയും കർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ ചുരുങ്ങിപ്പോവുകയും ചെയ്താൽ അവനാണ് മോശക്കാരനായ ആൾ. അപ്പോൾ ജനങ്ങളിൽ നിന്ന് രണ്ട് വിഭാഗത്തെ കുറിച്ച് ഒരു സ്വഹാബി സംശയം ഉന്നയിക്കുന്നു. അതിന് അല്ലാഹുവിൻ്റെ റസൂൽ കൃത്യവും വ്യക്തവുമായൊരു മറുപടിയും നൽകും. ജനങ്ങളിൽ ആരാണ് നല്ലവർ? അതിന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി ഇതാണ്, ജനങ്ങളിൽ നല്ലവർ ആയുസ്സിന് ദൈർഘ്യമുണ്ടാവുക, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുക. മോശപ്പെട്ടവർ ആയുസ് ദൈർഘ്യം കിട്ടിയിട്ടും കർമ്മങ്ങൾക്ക് നീളം വയ്ക്കാത്തവർ, കർമ്മങ്ങളിൽ വർധനവില്ലാത്തവർ, ചുരുങ്ങിയ കർമ്മങ്ങളുമായി പരലോകത്തേക്ക് പോകുന്നവർ, അവരാണ് അഷറുന്നാസി എന്ന, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. ഈ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയെക്കുറിച്ചാണ്. ഇതിലാരാണ് നമ്മൾ? ആയുസ് കിട്ടിയിട്ട്, അവസരം കിട്ടിയിട്ട്, 40, 50, 60 ഒക്കെ പ്രായമുള്ള ആളുകൾ ഇവിടെയുണ്ട്. എത്രയും കാലം ജീവിക്കാൻ അവസരം കിട്ടി, ആരോഗ്യമുണ്ടായി, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. ഇതൊക്കെ കിട്ടിയിട്ടും സൽപ്രവർത്തനങ്ങൾ, നല്ല കർമ്മങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്നത് പരിശോധിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഈ സമയത്ത് എത്തിച്ചേരേണ്ടി വന്നാൽ അവിടെ നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ കൈകൾ കൊണ്ട് ആ ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങളൊക്കെ ഒന്ന് വരൂ, എൻ്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് തൻ്റെ നന്മയുടെ ഏടുമായി നടക്കുന്ന ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലധികവും നന്മകളാണ്, അതിലെ സന്തോഷമാണ് ആ പ്രകടിപ്പിക്കുന്നത് ആ മനുഷ്യൻ. ആ ഒരവസ്ഥയിലേക്ക് നമ്മളുണ്ടോ? നമുക്ക് കിട്ടിയ ആയുസ് കൊണ്ട് അത്തരമൊരു നന്മകളുടെ ഒരു ശേഖരണം നടത്താൻ എത്രത്തോളം സാധിച്ചു എന്നത് ആത്മാർത്ഥമായി പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ഹദീസാണിത്. അത് നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ആത്മാർത്ഥമായി പരിശോധിക്കുക. നന്മകൾക്ക് മുൻതൂക്കം വേണം, എങ്കിലേ പരലോകത്ത് വിജയമുള്ളൂ. ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ല എങ്കിൽ വൃഥാവിലായ ഒരു ജീവിതവുമായിട്ട് പരലോകത്ത് കടന്നു വരുന്ന ആളുകൾ, വിലപിക്കുന്നവർ, നരകം കണ്ട് ഭയപ്പെടുന്നവർ, അതിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ എല്ലാം പരിശുദ്ധ ഖുർആൻ ഒന്നിനൊന്ന് പിന്നാലെ അങ്ങനെ വിശദീകരിച്ചു തരുന്നുണ്ട്. ആ ഒരു ഭീകരതയെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ ഇരകളായി തീരാതെ അതിങ്ങനെ കടന്നു പോകുന്ന സൗഭാഗ്യവാന്മാരെയാണ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് എത്തുന്നവരായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേക ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ജുമുഅയ്ക്ക് വേണ്ടി നമ്മൾ വരുന്നത് അതിൻ്റെ ഈ ലാസ്റ്റ് സമയത്തേക്ക് മാറ്റിവെക്കാതെ, നമുക്കറിയാമല്ലോ അതിൻ്റെ ഹദീസുകളൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആളുകളല്ല ഈ ഇരിക്കുന്നവരൊക്കെ. എത്രയോ പ്രാവശ്യം ജുമുഅയ്ക്ക് നേരത്തെ വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ പവിത്രതയെക്കുറിച്ച്, അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഒക്കെ കേട്ട് പഠിച്ച ആൾക്കാരാണ് നമ്മൾ. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് തിരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിനല്പം സമയം നേരത്തെ കണ്ടെത്തി ഓഫീസിലാണെങ്കിലും
എവിടെയാണെങ്കിലും ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജുമുഅയ്ക്ക് പള്ളിയിലേക്ക് എത്തണമെന്നുള്ള നിയ്യത്തോടു കൂടി തന്നെയാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ജുമുഅയ്ക്ക് വേണ്ടി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഇട്ടൊക്കെയാണ് പല ആളുകളും പുറത്തേക്ക് വരുന്നത് തന്നെ. അത്രയൊക്കെ ചെയ്ത നമുക്ക് അതിൻ്റെ ഒരു നന്മ കൂടി ഈ ജുമുഅയ്ക്ക് ആ ലിസ്റ്റിൽ പോലും പേര് വരാത്ത രൂപത്തിൽ, അല്ലേ? അല്ലാഹു റസൂല് പറഞ്ഞല്ലോ, ഖതീബ് മിമ്പറിലേക്ക് എത്തുന്നതിന് മുമ്പ് വന്നവരെ വെള്ളിയാഴ്ചത്തെ മലക്കുകളുടെ രേഖയിൽ ഇടം പിടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ എത്ര പ്രാവശ്യം ആ പേര് ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു റസൂല് പറഞ്ഞ ആ ഒരു പുണ്യം നഷ്ടപ്പെടുത്തി കളയാതെ ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ഈ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നുള്ളത് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഓരോ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരലോകത്തേക്ക് നീട്ടിവെക്കാതെ ഇവിടെ തന്നെ ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നടത്തി എല്ലാം പൊറുക്കപ്പെട്ട് പാപപരിശുദ്ധരായി പരലോകത്തെത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ പരലോക ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാവട്ടെ. ധാരാളം പ്രയാസങ്ങളും രോഗങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ ഒപ്പമുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ടവരിലുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളെ ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അവർക്കും നമുക്കും മാനസികമായ സന്തോഷവും സമാധാനവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وأصحابه أجمعين. الحمد لله رب العالمين.